നമസ്കാരം. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം തുടർന്നു. മോൻസ് ജോസഫ് പുതിയ കേരള കോൺഗ്രസിന്റെ നേതാവാകും. യു ഡി എഫിലെ സീറ്റ് ചർച്ച അത് നമുക്കറിയാമല്ലോ. വിഭജന തർക്കങ്ങളാണ് എപ്പോഴും നടക്കുന്നത്. പി ജെ ജോസഫിനെയും കൂട്ടരെയൊക്കെ ഇടതുമുന്നണിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ജോസ് കെ മാണി ഒക്കെ വരുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. ഇത് നൽകുന്നത് പക്ഷേ പുതിയൊരു രാഷ്ട്രീയ സന്ദേശമാണെന്ന് പറയാം. ഇത് ചിലപ്പോൾ യു ഡി എഫിന് ചിലപ്പോൾ വെട്ടിലാക്കാം. അതിനുള്ള ഒരു തന്ത്രം കൂടിയാണ്. കാരണം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് യു ഡി എഫിൽ വിലപേശലിന് സാധ്യത ഒരുക്കുന്നതാണ് ജോസ് കെ മാണിയുടെ പ്രസ്താവന എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അത് ഇന്നത്തെ സാഹചര്യത്തിൽ യു ഡി എഫിൽ പക്ഷേ അത് ചെലവാകുമെന്ന് തോന്നുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ നീക്കത്തിന് അനുകൂലമാണ് താനും. അതായത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് തങ്ങളുടെ രക്തത്തിന്റെ ഭാഗമാണ് എന്നും യു ഡി എഫിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ സംരക്ഷണം നൽകാൻ തയ്യാറാണ് എന്നും ജോസ് കെ മാണി പറഞ്ഞു. ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പി ജെ ജോസഫ് തടസ്സം നിൽക്കുന്നുണ്ട് എങ്കിലും ജോസഫിന്റെ ഇടത് പ്രവേശനത്തിന് താൻ തടസ്സമാകില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചനയാണ് ഇതുവഴി ജോസ് കെ മാണി നൽകുന്നത്. അപ്പോൾ കേരള കോൺഗ്രസുകളുടെ ഒരു ഏകീകരണം ക്രൈസ്തവ സഭകളുടെ ലക്ഷ്യമാണ്. അപ്പോൾ ഇതിനിടെയാണ് ജോസ് കെ മാണിയുടെ നിർണായകമായിട്ടുള്ള നീക്കം നടക്കുന്നത്. പക്ഷേ അവിടെ പലപ്പോഴും പ്രതിസന്ധി രൂപപ്പെടുന്നുണ്ട്. കുറച്ചു നാളുകൾക്ക് മുൻപ് ജോസ് കെ മാണിയെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടന്നപ്പോൾ അന്ന് അതിന് തടയിട്ടത് ഇതേ പി ജെ ജോസഫ് തന്നെയായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മത്സരിച്ച 10 സീറ്റുകളും വേണമെന്ന ഉറച്ച നിലപാടിലാണ് ജോസഫ് ഗ്രൂപ്പ് യു ഡി എഫിനോട് ഇപ്പോൾ വിലപേശുന്നത്. എന്നാൽ ഇതിൽ 2 സീറ്റുകൾ മാത്രമാണ് നിലവിൽ വിജയസാധ്യത എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. പരാജയപ്പെടാൻ സാധ്യതയുള്ള 8 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കണമെന്ന യു ഡി എഫ് നിലപാടിനോട് ജോസഫ് വിഭാഗത്തിന് കടുത്ത വിയോജിപ്പുണ്ട്. കാരണം സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുവാൻ ശ്രമിച്ചാൽ മുന്നണി വിടുന്നത് അടക്കമുള്ള കടുത്ത തീരുമാനങ്ങളിലേക്ക് കടക്കാനാണ് ജോസഫ് ഗ്രൂപ്പിന്റെ നീക്കമെന്നാണ് അറിയപ്പെടുന്നതും. ചിലപ്പോൾ അതൊരു സമ്മർദ്ദ തന്ത്രവുമാകാം. മുൻപും തറവാട്ടിലേക്ക് ജോസഫ് വിഭാഗത്തെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. യു ഡി എഫിൽ നിൽക്കുമ്പോൾ അവർ സൂക്ഷിക്കണം, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നൊക്കെ പറയുന്ന ജോസ് കെ മാണിയുടെ വാചകങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ജോസഫ് ഒരു പുതിയ തീരുമാനത്തിലേക്ക് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ നേരത്തെ ജോസ് കെ മാണിയെ യു ഡി എഫിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് ശ്രമിച്ചപ്പോൾ ഇതേ പി ജെ ജോസഫ് വിഭാഗം അത് തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇടതിനെ ശക്തിപ്പെടുത്തുവാൻ ജോസ് കെ മാണി എന്തിനും തയ്യാറാണ്. കാരണം ജോസഫ് ഗ്രൂപ്പിനെ ഇടതിലേക്ക് ക്ഷണിച്ച് ജോസ് രാഷ്ട്രീയ തന്ത്രം പയറ്റുന്നത് യു ഡി എഫിനെ വെട്ടിലാക്കാനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലാത്ത കാര്യമാണ്. സീറ്റ് വിഭജന ചർച്ചകൾ പൂർത്തിയാകുന്നതോടെ ജോസഫ് ഗ്രൂപ്പിന്റെ അടുത്ത നീക്കം കേരള രാഷ്ട്രീയത്തിൽ നിർണായകമാകും. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പി ജെ ജോസഫാണ് അന്ന് തൊടുപുഴ എന്ന് മത്സരിച്ച് വിജയിച്ചത്. മറ്റൊന്ന് മോൻസ് ജോസഫാണ് കടുത്തുരുത്തിയിൽ നിന്ന് മത്സരിച്ചത്. ഇവർ രണ്ടുപേരും മാത്രമാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്ന് വിജയിച്ചു വന്നവർ. ബാക്കി 8 സീറ്റുകളിലും പാർട്ടി പരാജയപ്പെട്ടു. അപ്പോൾ ഈ സാഹചര്യത്തിൽ വിജയസാധ്യത ഇല്ലാത്ത സീറ്റുകൾ ഘടകകക്ഷികൾക്ക് വിട്ടു നിൽക്കുന്നത് ഗുണകരമാകില്ല എന്നുള്ളതാണ് കോൺഗ്രസിന്റെ വാദം. ജോസ് കെ മാണി വിഭാഗം മുന്നണി വിട്ടതോടെ ഒഴിവുവന്ന പല സീറ്റുകളും തങ്ങൾക്ക് വേണമെന്ന് ജോസഫ് ആവശ്യപ്പെടുന്നുണ്ട് എങ്കിലും കേരള കോൺഗ്രസിന് സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ കോൺഗ്രസ് നേരിട്ട് മത്സരിക്കണമെന്ന സമ്മർദ്ദം അത് പ്രാദേശികമായിട്ടുള്ള കോൺഗ്രസിന്റെ നേതാക്കൾക്ക് ഇടയിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട്. ഇപ്പൊ തന്നെ ചങ്ങനാശ്ശേരി, ഇടുക്കി, ഏറ്റുമാനൂർ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളിൽ കരുത്തരായിട്ടുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയാൽ ജയിച്ചു കയറാമെന്നാണ്. അവിടെ ജോസഫ് ഗ്രൂപ്പിന് മുൻപത്തെ പോലെ സ്വാധീനമില്ല എന്നാണ് കോൺഗ്രസിന്റെ സ്ക്രീനിംഗ് കമ്മിറ്റി വിലയിരുത്തുന്നത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ജോസഫിനെ ഇടതിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടി ജോസ് കെ മാണി തന്നെ നേരിട്ട് രംഗത്ത് വന്നത്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ച ജോസ് കെ മാണിക്ക് ഒരു ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫിൽ തുടരണമെങ്കിൽ കുറച്ച് സീറ്റുകൾ അധികമായി നേടിയെടുക്കേണ്ടതുണ്ട്. പരാജയപ്പെടുമെന്നുള്ള ഉറപ്പുള്ള ചില സീറ്റുകൾ തന്നെയാണ് ഇപ്പോൾ ജോസ് കെ മാണിക്കുള്ളതും. കാരണം ഭരണവിരുദ്ധ വികാരം, ഒപ്പം തന്നെ മുഖ്യമന്ത്രിയോടുള്ള ഒരു വിരുദ്ധ വികാരം, ഇതൊക്കെ അവിടെ അത് ഉള്ള സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ട് എൽ ഡി എഫ് വിജയിച്ച് കയറുക എന്നുള്ളത് ഒരു പ്രഹേളികയാണ്. അതുകൊണ്ട് തന്നെ അത് നടക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ടാണ് ജോസഫ് വിഭാഗത്തെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയ വിലപേശൽ തന്ത്രം അത് നടത്താം എൽ ഡി എഫിനോട് എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ നയം. പക്ഷെ അത് വിജയിക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെ ഇപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ എൽ ഡി എഫിലേക്ക് ക്ഷണിച്ചപ്പോൾ ജോസ് കെ മാണിക്ക് മറുപടിയായിട്ട് കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് MLA എത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഞങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട, ഞങ്ങൾ യു ഡി എഫിൽ സുരക്ഷിതരാണ് എന്നാണ് മോൻസ് ജോസഫ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങൾ യു ഡി എഫിൽ സുരക്ഷിതമായിട്ടുള്ള തൃപ്തികരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുകയാണ് എന്നും ആടിക്കളിക്കുന്നത് ജോസ് കെ മാണി വിഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ആ ആടിക്കളിക്ക് ഞങ്ങളില്ല, ജോസ് കെ മാണി പറയുന്നിടത്തേക്ക് എത്തുവാനും ഞങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് മോൻസ് ജോസഫ്. കാരണം എൽ ഡി എഫിലെ തകർച്ച അത് ജോസ് കെ മാണി വിഭാഗത്തെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവരുടെ പാർട്ടിയുടെ ഗതികേടിന് ഞങ്ങളെ കക്ഷിയെ കണ്ട കാര്യമില്ല എന്നാണ് മോൻസ് ജോസഫ് പറയുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ ഒക്കെ എൽ ഡി എഫ് തോറ്റു തുന്നമ്പാടി നിൽക്കുകയാണ്. ജോസ് കെ മാണിയും ആ തകർച്ചയുടെ ഭാഗമായി മാറിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പുറത്ത് ചാടണം എന്നുള്ളതാണ് ജോസ് കെ മാണിയുടെ ചിന്ത എന്ന് പറയുന്നത്. മാത്രമല്ല അവരുടെ അണികളും അത്തരത്തിൽ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെ ഇടതുമുന്നണിക്ക് ക്ഷണിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം ജോസഫ്
ഗ്രൂപ്പും കേരള കോൺഗ്രസും രക്തത്തിന്റെ ഭാഗമാണ് എന്നും ഒപ്പം തന്നെ അവർ വന്നാൽ സംരക്ഷണം നൽകുമെന്നൊക്കെ ജോസ് കെ മാണി പറഞ്ഞു തന്നെയാണ് വളരെ കൃത്യമായിട്ട് മോൻസ് ജോസഫ് എതിർത്തിരിക്കുന്നത്. കാരണം തറവാട്ടിലേക്ക് മടക്കി കൊണ്ടുപോകാനുള്ള സാഹചര്യത്തെയാണ് അതിനകത്ത് പറയുന്നതെങ്കിൽ കൂടിയും സീറ്റ് വിഭജന ചർച്ചകൾ UDF-ൽ തർക്കം തുടരുന്നതിനിടെ ആ തർക്കത്തെ മുതലാക്കുവാനുള്ള ഒരു ശ്രമം നടത്തുവാനുള്ള ഒരു ബുദ്ധിയാണ് അവിടെ ജോസ് കെ മാണി പ്രയോഗിച്ചിരിക്കുന്നത്. പക്ഷേ ജോസഫ് വിഭാഗത്തെ LDF-ലേക്ക് ജോസ് കെ മാണി ക്ഷണിച്ചപ്പോൾ ജോസഫും ഗ്രൂപ്പും ഞങ്ങളുടെ രക്തത്തിന്റെ ഭാഗം എന്നൊക്കെ പറയുമ്പോഴും ജോസ് കെ മാണി വിഭാഗത്തിന് LDF-ൽ തുടരുന്ന സാധ്യത എന്ന് പറയപ്പെടുന്ന 5 സീറ്റുകളിൽ അധികമെങ്കിലും വിജയിച്ചില്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറ്റത്തില്ല. ആ ഒരു സാഹചര്യമാണ്. ഈ 5 സീറ്റുകൾ ഇതിനെ ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തപ്പെടുമ്പോഴാണ് അവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ UDF-ൽ സീറ്റ് തർക്കം എന്ന് പറയപ്പെടുന്നത് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണ്. ഒപ്പം തന്നെ ഇവിടുത്തെ ബുദ്ധിമുട്ടുകളൊക്കെ നിലനിൽപ്പിലുണ്ടെങ്കിലും UDF-ൽ തുടർന്നു പോകുന്ന അതിനുള്ള സാധ്യതയാണ് മോൻസ് ജോസഫ് അണികളും തീരുമാനിച്ചിരിക്കുന്നത്. അവർക്കൊരിക്കലും ഈ മടങ്ങി LDF-ലേക്ക് പോകണമെന്നൊരു സാധ്യതയില്ല. മാത്രമല്ല ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ UDF-ന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടാണ് മോൻസ് ജോസഫ് അത്തരം ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മാത്രമല്ല ഇവിടെ അപ്പു ജോസഫിന്റെ കടന്നുവരവ്, അതായത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ PJ ജോസഫിന്റെ മകൻ അപ്പു ജോസഫിന്റെ കടന്നുവരവ് പലരുടെയും കണക്കുകൂട്ടലുകൾ തെറ്റിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പു ജോസഫിനെ കൊണ്ട് കെട്ടേണ്ട ഇടം ഇടതുമുന്നണിയാണ് എന്ന് തോന്നിയാൽ ജോസ് കെ മാണിയോടൊപ്പം പോകാൻ PJ ജോസഫ് തയ്യാറെടുക്കും. അങ്ങനെ PJ ജോസഫ് തയ്യാറെടുക്കുന്ന ഒരു നിമിഷത്തിൽ മോൻസ് ജോസഫും കൂട്ടരും പാർട്ടി വിടും. ആ പാർട്ടി വിടുന്നവരെല്ലാവരും UDF-ന്റെ ഭാഗമായിട്ട് തുടരുകയും മോൻസ് ജോസഫ് പാർട്ടിയുടെ നേതാവായിട്ട് തീരുകയും ചെയ്യും. അതിനകത്ത് ഫ്രാൻസിസ് ജോർജ് അടക്കമുള്ള ആൾക്കാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ അങ്ങനെ മോൻസ് ജോസഫ് പുതിയ നേതാവായിട്ട് വരികയും UDF-ൽ തുടരുകയും പുതിയ കേരള കോൺഗ്രസ് രൂപപ്പെടുകയും ഒപ്പം തന്നെ കേരള കോൺഗ്രസിന്റെ ജോസഫ് വിഭാഗം പിളർന്ന് രണ്ടായി മാറുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ജോസ് കെ മാണിയോടൊപ്പം പോരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ UDF-നകത്ത് തങ്ങളുടെ മേൽക്കോയ്മ നിലനിർത്തിക്കൊണ്ട് മോൻസ് ജോസഫ് വിഭാഗം മുന്നോട്ട് പോകും. ആ ഒരു സാഹചര്യം എന്നാൽ UDF-നകത്ത് ഇപ്പോൾ ഇവർക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള 2 സീറ്റുകൾ എന്നുള്ളത് 3 or 4 സീറ്റുകൾ നൽകി ഇവരെ അനുരഞ്ജനപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകും. ഒപ്പം തന്നെ ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്നുള്ള 2 or 3 MLA-മാർ അവർ കൂടി മോൻസ് ജോസഫിനൊപ്പം ചേർന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഇങ്ങനെ ഒരു പിളർപ്പിലേക്കാണ് പോകുന്നതെങ്കിൽ, ഇല്ല ജോസഫും മോൻസ് ജോസഫിനോടൊപ്പം തന്നെയാണ് UDF-ൽ നിൽക്കുന്നതെങ്കിൽ ഈ പറയുന്ന പോലുള്ള ജോസ് കെ മാണിയുടെ മോഹം നടക്കാതെ പോകും. അതൊരു വ്യാമോഹമായി മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. UDF-ന്റെ സ്ഥിതി പരുങ്ങലില്ലാതെ മുന്നോട്ട് പോവുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഈ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം പിളരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാകും. അങ്ങനെയാണെങ്കിൽ മോൻസ് ജോസഫിന്റെ നേതൃത്വത്തിൽ പുതിയ കേരള കോൺഗ്രസ് രൂപം കൊള്ളും.